പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ ഡോക്ടർ ഹരീഷ് ശമ്പകര. പ്രാക്ടിക്കൽ മാർഷൽ ആർട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഓരോ കോമ്പിനേഷൻ്റെ പ്രാധാന്യവും അതുപോലെ തന്നെ ബോഡി എങ്ങനെയാണ് നമ്മൾ കണ്ടീഷൻ ചെയ്തെടുക്കുക എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ കുറച്ച് കോമ്പിനേഷൻസ്, അത് ലോക്കുകളായാലും കൊള്ളാം, അടിയായാലും കൊള്ളാം, ചോക്കിംഗ് ആയാലും കൊള്ളാം, അതെങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം, അങ്ങനെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വെച്ചത്. അപ്പോൾ അവിടെ ഒരു സാധ്യതകളുണ്ട്. അപ്പോൾ ആ പ്രതീക്ഷകളും ആ സാധ്യതകളും കുറച്ചുകൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കി തരുവാനായിട്ട് ശ്രമിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. നേരെ വീഡിയോയിലേക്ക്. ഇത് നമ്മൾ ചെയിനായിട്ടുള്ള അറ്റാക്ക് നമ്മൾ ചെയ്യുന്ന ടെക്നിക്കുകളാണ് ചെയ്തത്. പക്ഷേ ഇതിനകത്ത് കുറച്ച് നിയമങ്ങളും ടെക്നിക്സും ഒക്കെ കൂടുന്നതാണ് ഇത് ഫുള്ളായിട്ട്. എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാം. ഒന്ന്, ഒരടി വരുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ഒരടി വരുന്ന സമയത്ത് നമ്മൾ തട്ടിയപ്പോൾ അടുത്ത അടി പെട്ടെന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കയറി തട്ടാനുള്ള സംവിധാനം ഉണ്ടാവില്ല. അവിടെ നമുക്ക് ഇതിനെ കൊണ്ട് അകലം കീപ്പ് ചെയ്യണം. അതായത് അടി എങ്ങനെ വരിക, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് അകലം കീപ്പ് ചെയ്യാനുണ്ട്. ഈ അകലം കീപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, ആ സമയം ഉപയോഗിച്ചുകൊണ്ട് അടി വരുമ്പോൾ അകലം കീപ്പ് ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ ഇവിടെ ലോക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഈ സമയത്ത് നമുക്ക് കിട്ടുക, ഈ കൈ ഇവിടെ വെച്ചിട്ട് നമുക്ക് താഴോട്ട് കൊണ്ടുകഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ലോക്കായി. ഓക്കെ, ഇനി നോക്കി, ഈ കൈ ഇവിടെ ഫുള്ള് കയറി വന്നാൽ നമുക്കാണ് ഇവിടുന്ന് പിടിച്ച് ഇങ്ങോട്ട് ഓടിക്കാവുന്നതാണ്. കണ്ട, ഇവിടുന്ന് ഓടിക്കാം. ഇനി അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കൈ ഇവിടെ വെച്ചുകൊണ്ട് പെഡലിലേക്ക് കയറി പിടിക്കണം. പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, താഴെ ഗ്രോവിന് അറ്റാക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഗ്രോവിന് അറ്റാക്ക് ചെയ്യാം. ഒപ്പം എന്ത് ചെയ്യാം, വലിച്ചിട്ട് പെഡലിൽ പിടിക്കുകയും ചെയ്യാം. ഓക്കെ, പിന്നെ നിയമങ്ങളിൽ ഒന്നാമത്തെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, അടിക്കുമ്പോൾ തട്ടി അവിടെ നിന്ന് അടിക്കുമ്പോൾ അകലം കീപ്പ് ചെയ്തു, ബ്ലോക്ക് ചെയ്തു, പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ലോക്ക് ചെയ്താൽ അടുത്ത കാല് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഇവിടുന്ന് താത്ത് പിടിക്കുന്നതല്ല. ഓക്കെ, ഇവിടെ ഗ്രോവിന് അറ്റാക്ക് ചെയ്യണം. അപ്പോൾ ഈ കാല് പൊങ്ങത്തില്ല. ഓക്കെ, ഇവിടെ ചെയ്യുന്നു, ഇവിടെ ചെയ്തിട്ട് വലിച്ച് നമ്മൾ ഓടിക്കുന്നു. ഓക്കെ, ഇങ്ങനെയുള്ള കോമ്പിനേഷനുകൾക്ക് ഇതുപോലെ നിയമവ്യവസ്ഥകളുണ്ട്, എങ്ങോട്ട് നീങ്ങണമെന്നുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഒരു അടി അടിക്കുന്നു, ഇവിടെ നിന്ന് എനിക്ക് അടി കൊള്ളില്ല. ക്ലിയർ? ഒന്നുകൂടെ, ഒരടി അടിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കയറി നിന്നാൽ കൊള്ളില്ല. ആ സമയത്ത് ഈ പ്രധാനപ്പെട്ട ഭാഗത്ത് നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയാൽ ആളുടെ കാര്യം തീരുമാനമാവും. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. നമ്മൾ നിൽക്കുന്നു, ക്ലിയറായോ? ഇതിങ്ങനെ വരും. ഇങ്ങനെ വരുമ്പോൾ കാലിരിക്കുന്ന പൊസിഷൻ നോക്കിയാൽ നേരെയാണ്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ചാവിട്ടി ഓടിക്കാം. ക്ലിയർ? ഒന്നുകൂടെ, നേരെ വരുന്നു, അടി വരും, നമ്മൾ കയറുന്നു. ഇത്രേ അതിനകത്ത് കാര്യങ്ങൾ വരുള്ളൂ. അപ്പോൾ ഒന്നിന് പുറകെ അടുക്ക് വെച്ച് അടുത്തത് എന്താ ചെയ്യേണ്ടെന്ന് അപ്പപ്പോൾ തലേ വരത്തക്ക രീതിയിൽ പഠിച്ചില്ലെങ്കിൽ റോഡിൽ അടി കിട്ടില്ലേ? അത്തരത്തിലേക്ക് ആയോധനകല കയറി വരണം, മുന്നിലേക്ക് വരണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കേരളത്തിൻ്റെ തനത് കലയായ കളരിപ്പയറ്റ് അന്തർദേശീയ നിലവാരത്തിലേക്ക് വരണമെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ചേറെ ടെക്നിക്കുകൾ വേണം. ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ കുങ്ഫുവിൻ്റെ ഒരു സാഷോ, കരാത്തയുടെ ഒരു ബെൽറ്റോ കെട്ടുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, അതിലുള്ള ജാപ്പനീസ് അക്ഷരങ്ങൾ, ചൈനീസ് അക്ഷരങ്ങളൊക്കെ നമുക്ക് അഭിമാനപൂർവ്വമാണ് അവർ തരുന്നത്. നമ്മൾ അഭിമാനത്തോടെ കെട്ടുകയും ചെയ്യും. എന്നാൽ ഇതിലൊരു സാഷ് സിസ്റ്റം കൊണ്ടുവന്നിട്ട് മലയാളത്തിൽ കളരിപ്പയറ്റ് എഴുതി ഒന്ന് കൊടുക്കുവാനുള്ള ചങ്കൂറ്റം ഇതുവരെ ആർക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കാരണം അങ്ങനെ കൊടുത്താൽ കൊടുക്കുന്ന ആ സാഷിൻ്റെ ബെൽറ്റല്ല കൊടുക്കേണ്ടത്, നമ്മുടെ കച്ച എന്ന് പറയുന്ന പോലെ കച്ചയിൽ കളരിപ്പയറ്റ് എന്നെഴുതി കേരള എന്നെഴുതി കഴിഞ്ഞാൽ അതൊരു ട്രഡീഷണൽ വാല്യൂള്ള സംഗതിയായി മാറുകയും നാളെ ഒരിക്കൽ നമ്മൾ മലയാളത്തിൽ എഴുതിയ സംഗതി അവർക്ക് വായിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ചൈന ഭാഷയും ജപ്പനീസ് ഭാഷയും നമുക്ക് വായിക്കാൻ അറിയാത്ത പോലെ മലയാള ഭാഷ അവർക്ക് വായിക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ട് ഇവിടെ നിന്നുള്ള ആ ഒരു സാഷിനെ, ആ ഒരു കച്ചയെ അവർ സീരിയസ് ആയിട്ട് എടുക്കുകയും കേരളത്തിൻ്റെ പച്ച മലയാളത്തിലെ കാര്യങ്ങൾ യൂറോപ്യൻസ് അല്ലെ വെളിയിലുള്ള രാജ്യത്തുള്ള ആൾക്കാർ കെട്ടുകയും ചെയ്യാത്ത അവസ്ഥ എന്തായിരിക്കും? അതൊരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് വരാൻ ഒരു ചാൻസ് ഉണ്ട് അല്ലേ? ഇതൊരു ഐഡിയ മാത്രമാണ് ഞാൻ പറയണത്. ഇങ്ങനെ അത്തരത്തിലേക്ക് സിലബസ് കവർ ചെയ്യുന്ന രീതികളൊക്കെ മാറ്റിക്കൊണ്ട് ഇതിന് വളർച്ചയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ ലോക നിലവാരത്തിലേക്ക് കളരിപ്പയറ്റ് ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റും. അതിനാകെ ചെയ്യേണ്ടത് തുറന്നൊരു മനസ്സും സംഘടനാ പാഠവും അല്ല വേണ്ടത്, തുറന്നൊരു മനസ്സും റിസർച്ചുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും നമുക്ക് ചെയ്തെടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വരും. അതിനൊക്കെ എല്ലാവരും നല്ല ഗുരുക്കന്മാർ ഒരുമിച്ച് കൂടി ഒത്തൊരുമിച്ച് അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്താൽ ലോക നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും.
ഒരുപാട് പേര് ഇത് അന്വേഷിച്ച് ഇവിടെ വരും. ഇപ്പോൾ വരുന്നില്ലെന്നല്ല, പക്ഷെ അവർക്ക് നമുക്ക് കൊടുക്കാൻ എന്തുണ്ട് എന്ന് ചോദിച്ചാൽ ഇന്നത്തെ കളരികളിൽ നമുക്ക് എന്താ കൊടുക്കാനുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു ഭാവി കളരിക്കുണ്ടായാൽ അത് ലോക നിലവാരത്തിലേക്ക് ഉയർത്തപ്പെടും, ഒരു സംശയവും വേണ്ട. അതിനൊക്കെ നമുക്ക് കാതോർക്കാം, കണ്ണ് നട്ട് ഇരിക്കും.